ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബീറ്റ്റൂട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്താണെന്ന് കാണണ്ടേ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വെറൈറ്റി വീഡിയോസൊക്കെ ആദ്യമേ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണാം. ആദ്യമേ ഞാൻ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. ഒരുപാട് നേരം ഇത് വെള്ളത്തിലിട്ടേക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനൊരു നിറമുണ്ട്, അതങ്ങ് ഇളകി. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ച് നല്ലപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ബീറ്റ്റൂട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ ഒരു മുറി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, പിന്നെ വേണ്ടുന്ന പച്ചക്കടുകാണ്. ഇത് ചതച്ചിടിയേ ആകാവൂ. പിന്നെ കറിവേപ്പില. നമുക്കിപ്പം തയ്യാറാക്കാം. ബീറ്റ്റൂട്ടൊക്കെ വെന്തിട്ടുണ്ട്, തേങ്ങയും ചേർത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തൈരൊക്കെ അവരവർക്ക് ആവശ്യത്തിനനുസരിച്ച്. അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡിയായിരിക്കുന്നു. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റാണ്. ബീറ്റ്റൂട്ട് വീട്ടിൽ കിട്ടുമ്പോഴെല്ലാം നമ്മൾ പച്ചടി വെച്ച് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.